സുഹൃത്തുക്കളെ, ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ധ്യാന ഗുരുക്കളായ ഒരു സഹോദരനും ഒരു സഹോദരിയുടെയും തുറന്നു പറച്ചിലുകളും പിന്നെ അവരെ ന്യായീകരണങ്ങളുമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമല്ല അത് ഏറ്റെടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാത്ത നമ്മുടെ യൂട്യൂബർമാർ ആരും ഇല്ലതാനും. എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മെയിൻ പ്രശ്നം ഇവരുടെ അക്കൗണ്ടിലോട്ട് വന്ന ക്യാഷ് തന്നെയാണ് ഇവിടുത്തെ ശരിയായ വില്ലൻ. എന്ന് പണം ഇവരുടെ അക്കൗണ്ടിൽ കുമിഞ്ഞുകൂടിയോ അന്ന് തൊട്ടാണ് ഇതിനു വേണ്ടിയുള്ള തർക്കങ്ങളും ഇതിനു വേണ്ടി ഉള്ള പോരാട്ടങ്ങളും ഇവർ തമ്മിൽ ഉടലെടുത്ത് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ അവരവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പല കഥകൾ. ഒരാൾ പറയുന്നു കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ, അത് ഇത് ഒക്കെ എക്സ്ട്രാ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിപ്പം ആ ഒരു സ്വഭാവം നമ്മളെല്ലാ വ്യക്തികൾക്കുണ്ട്, ഈവൻ നമുക്കുമുണ്ട്. നമ്മുടെ ഭാഗം നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ പലതും മറ്റുള്ളവരെ കുറ്റം പറയാമെന്ന് പറയുന്നത് ഒരു മാനുഷികമായ ഒരു എന്നാ പറയണ്ടത്, മാനസികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണത്. അതിനെ നമുക്ക് ന്യായീകരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ ഇവരിപ്പം സ്വന്തമായിട്ട് ന്യായീകരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തിരിച്ച് അവരുടെ ആ പണം ഒഴുക്കിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവര് അവരവരുടെ സൈഡ് അവർ ന്യായീകരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ കുറെ പൊട്ടന്മാരുണ്ടല്ലോ, പൊട്ടന്മാര്. പൈസ സ്വന്തത്തിലുള്ള ഒരു മനുഷ്യനും പൈസ കൊടുക്കത്തില്ല. ഒരു ചേട്ടനോ സഹോദരനോ അയലങ്കാരനൊന്നും പൈസ കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ഫ്രോഡുകൾ വന്ന് അയ്യോ കർത്താവേ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കും, നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് എത്ര നാളായി. എന്തല്ല അഭിനയമാ. ആ പെണ്ണുപിള്ളേരെ കളികളൊക്കെ കണ്ടു കഴിഞ്ഞാല് മടലെടുത്ത് തലയ്ക്ക് അടിക്കാൻ തോന്നും. എന്നിട്ട് പുതിയ കഥയായിട്ട് വന്നിട്ടുണ്ടോ പുള്ളിക്കാരത്തി. എന്തിനാ ഞാൻ പറയട്ടെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഉടായ്പകൾക്ക് പൈസ കൊടുക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സഹോദരങ്ങൾക്കോ സഹായിക്കേ. ദയവ് ചെയ്ത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇപ്പം ഞാൻ അപേക്ഷിക്കാൻ ഞാൻ ആരുമല്ല, എന്നാലും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനത്തെ വൃത്തികെട്ട കൂതറ പരിപാടികൾ കാണുമ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലേ നമുക്കൊരു വിഷമമാണല്ലോ. ഇങ്ങനെ ചോര തിളക്കിയാണ്. അതുകൊണ്ട് മാത്രം പറയാണ്, എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ അത് നിങ്ങൾ കഷ്ടപ്പെട്ട്, എനിക്കറിയാം, ഞാനിവിടെ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമുക്കറിയാം ഇവിടെ